ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഗാർഡനിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ടൊറേനിയം പ്ലാന്റ് അഥവാ വിഷ്ബോൺ എന്നറിയപ്പെടുന്ന ചെടിയാണ്. വളരെ ഭംഗിയുള്ള ഏതൊരു സീസണിലും നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. ഇപ്പോൾ അത്യാവശ്യം മഴയൊക്കെ കിട്ടുന്നൊരു സമയമാണ്, എന്നിട്ട് പോലും നിറയെ പൂക്കളുണ്ട്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ ഞാനതുപോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. 13 ചെടിച്ചട്ടികളിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഒരു മൺചട്ടിയിലും വെച്ചിട്ടുണ്ട്, ബാക്കി എല്ലാം തന്നെയും പ്ലാസ്റ്റിക് ചട്ടികളിലാണ് വെച്ചിരിക്കുന്നത്. ചെറിയ ചട്ടി മുതൽ വലിയ ചട്ടിയിൽ വരെ നമുക്കിത് നടാവുന്നതാണ്. വലിയ ചട്ടിയിലാകുമ്പോൾ നമുക്ക് 2-3 തൈ നടുന്നത് കൊണ്ടും പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം വളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് വളരുകയും പൂക്കൾ തരികയും ചെയ്യും. ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പോട്ടിംഗ് മിക്സ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേ പോട്ടിംഗ് മിക്സാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഒന്നുമില്ലെങ്കിലും കുറച്ച് ചകിരിപ്പൊടിയും അതുപോലെ നമ്മുടെ സാധാരണ മണ്ണും അതുപോലെ കുറച്ച് ചാണകപ്പൊടിയും ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളം ഈ ഒരു ചെടിക്ക്. മറ്റൊന്നും തന്നെ നമുക്ക് ഇതിന് അഡീഷണലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇവിടെ ഓൾറെഡി തയ്യാറാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് പോട്ടിംഗ് മിക്സ്, അത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ചട്ടിയിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ നമുക്കിത് നടാവുന്നതാണ്. ഹാങ് ചെയ്തും നമുക്കിത് വളർത്താവുന്നതാണ്. അതുപോലെ നമുക്ക് നിലത്ത് വയ്ക്കാവുന്നതാണ്. ചെടിച്ചട്ടി തന്നെ വേണമെന്നൊന്നുമില്ല, അത്യാവശ്യം നമ്മൾ വളം ചെയ്ത് കൊടുത്താൽ മതി. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി, ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞ് ഇത് അതിൻ്റെ പൂവിൻ്റെ തണ്ട് ഉണങ്ങി വരുമ്പോൾ പൂക്കൾ കൊഴിഞ്ഞ ഭാഗത്ത് നമുക്ക് വിത്തുകൾ കാണുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ആ ഉണങ്ങിയ പൂവെടുത്ത ശേഷം അതിൻ്റെ വിത്ത് കളക്ട് ചെയ്ത് പാകിയാൽ കിളിർക്കും. ഇതൊന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഓരോ നോട്ട്സിലും വേര് വരുന്നതാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചും നമുക്ക് തൈ പിടിപ്പിക്കാവുന്നതാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ചെടിയിൽ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ വേരുകളുണ്ട് നോട്ട്സിൽ. ഇത് കട്ട് ചെയ്ത് നമുക്ക് വെച്ച ശേഷം തൈകൾ കിളിർപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാനിത് 13 ചട്ടികളിലാണ് നട്ടിരിക്കുന്നത്. അതിൽ 11 എണ്ണവും ഞാൻ കട്ട് ചെയ്താണ് പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പേരൻറ്റ് പ്ലാന്റിൽ നിന്നും കട്ട് ചെയ്താണ് പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി 2 എണ്ണം എന്നുള്ളത് ഞാൻ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന തൈ എടുത്ത് വെച്ചതാണ്. ഈ തൈ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എവിടെ നിന്നോ ഇതിൻ്റെ ഒരു 1-2 കളറിൻ്റെ തൈ ഞാൻ കൊണ്ടുവന്ന് നട്ട് കിളിർത്ത്, പിന്നെ അത് ശ്രദ്ധിക്കാൻ പോയില്ല. അത് തന്നെ വന്ന് തറയിൽ വീണ് തൈ ഉണ്ടായി. ഇപ്പോൾ മഴയൊക്കെ ആയപ്പോൾ തൈകൾ മുളച്ച് വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൂവ് ഉണങ്ങുമ്പോൾ അത് തലപ്പ് കട്ട് ചെയ്ത് എടുത്ത ശേഷം വെച്ചിരുന്ന ഉണങ്ങാൻ അനുവദിക്കുക. അതിനുശേഷം തലപ്പ് കട്ട് ചെയ്ത് ഒരുപാട് അങ്ങ് പൊട്ടി തറയിൽ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. ഇതിൽ കണ്ടില്ലേ, പൂ കൊഴിഞ്ഞ ഭാഗത്ത് ഒരു ഇതിങ്ങനെ നിൽക്കുന്നത്, വിത്ത് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും. അത് കട്ട് ചെയ്ത് ഉണക്കിയെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആ ചെടിയിൽ തന്നെ നിന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഉണങ്ങി അത് പൊട്ടി ഇങ്ങ് തറയിൽ വീണ് പോയാൽ നമുക്ക് പിന്നെ തറയിൽ നിന്ന് മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിൻ്റെ തൈ കിളിച്ച് വരും. നമുക്ക് കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്ത് കാണാൻ തന്നെ വളരെ മൈന്യൂട്ടാണ്, നമുക്ക് കാണാൻ പോലും പറ്റില്ല. നിങ്ങളൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ വളരെ തരിയായിട്ടുള്ള ചെറിയ വിത്തുകളാണ്. അപ്പോൾ നമുക്ക് അത് കളക്ട് ചെയ്ത് വെക്കാം. പൊട്ടിപ്പോകുന്നതിന് മുൻപ് തന്നെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരുന്നാൽ, ഒന്ന് ഉണക്കി എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് പാകി കിളിപ്പിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ പൊട്ടി തറയിൽ വീണിട്ട് മഴയൊക്കെ ആകുമ്പോൾ തൈകൾ നിറയെ കിളിർത്ത് വരും. അപ്പോൾ അത് കളക്ട് ചെയ്ത് നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ ഒരു 6 ഇഞ്ച് മുതൽ ഉള്ള ചട്ടിയിലാണ് ഞാനത് നട്ടിരിക്കുന്നത്. 6 ഇഞ്ചിൻ്റെ ചട്ടിയിൽ നടാം. അതുപോലെ 8 ഇഞ്ച് 9 ഇഞ്ച്. ഇപ്പോൾ നമ്മളൊരു 10 ഇഞ്ച് 12 ഇഞ്ചിൻ്റെ ചട്ടി എടുക്കുകയാണെങ്കിൽ ഒരു 4-5 തൈയൊക്കെ, 12 ഇഞ്ചിൻ്റെ ചട്ടിയിലൊക്കെ ആണെങ്കിൽ ഒരു 2-3 തൈ നല്ല വളമൊക്കെ ചെയ്ത ശേഷം 2-3 തൈ നമുക്ക് നടാവുന്നതാണ്. കട്ടിങ്സ് നടുമ്പോൾ നമ്മൾ ഡയറക്റ്റ് മണ്ണിൽ നട്ടാൽ മതി. അതിനുശേഷം നമുക്ക് മണ്ണ് മാത്രം മതി. അത് കിളിർത്ത് വന്ന ശേഷം നമുക്ക് എടുത്ത് നല്ല വളമൊക്കെ ചെയ്ത് നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള കോളേജ് പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്ന കണ്ടില്ലേ, ഇറാൻമം റെഡ്, ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെനിക്ക് അടുത്തായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കോളേജ് പ്ലാന്റ് ആയിരുന്നു. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഈ വീഡിയോയിൽ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ ഉണ്ടെന്നറിയാം. അപ്പോൾ കുറേ ആയിട്ട് ഗാർഡനിങ് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് മുറ്റത്തൊക്കെ നിന്ന് തൈകൾ എടുത്ത് ഒന്ന് നട്ടുവെച്ച് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. നന്നായിട്ട് സക്സസ് ആയിട്ട് നല്ല പൂക്കളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ കെയർ.
നട്ടത് വരെയുള്ള കെയറേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. വളമൊന്നും അഡീഷണലായിട്ട് ഇത്രയും പൂക്കൾ ആദ്യം ചേർത്ത വളമേ ചേർത്തിട്ടുള്ളൂ. പിന്നീട് അഡീഷണലായിട്ട് ഞാൻ വളമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഡയറക്റ്റ് വെയിലത്താണ് വെച്ചിരിക്കുന്നത്, നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട്, ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നത് കൊണ്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കെയറും ചെയ്തിട്ടില്ല. പിന്നെ ചിലതൊക്കെ ഒന്ന് ചീഞ്ഞു പോയിട്ടുണ്ട്. അത് ഞാൻ ആദ്യം വെച്ച തൈകളാണ്. അത് ഒന്ന് റെഡിയായി വന്നിട്ടാണ് അതിൽ നിന്ന് കട്ടിങ്സ് എടുത്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് നമ്മൾ ഇടകലർത്തി വെച്ചാൽ ഇനിയും വെറൈറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഹാങ് ചെയ്ത് വളർത്താവുന്നതാണ്. ഇതിലെ ആ ഒരു ബ്ലൂ കളറിലുള്ളത് നല്ല രീതിയിൽ ഹാങ്ങായി വരും നമ്മൾ നട്ടു കഴിഞ്ഞാൽ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇത് 2 കളറിലുള്ളത് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പോളിനേഷൻ വഴി നമുക്ക് ഒരുപാട് തേനീച്ചകളൊക്കെ ഇതിൽ തേൻ കുടിക്കാൻ വരും. അങ്ങനെ പോളിനേഷൻ നടന്നിട്ട് ഒരുപാട് വെറൈറ്റികളിലുള്ള ടൊറേനിയം പ്ലാന്റ്സ് അല്ലെങ്കിൽ വിഷ്ബോൺ ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അത് നാച്ചുറലി ഉണ്ടായി വരും. അപ്പോൾ അങ്ങനെ ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കെയറിങ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ മണ്ണും അതുപോലെ ഇളക്കമുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ ചകിരിച്ചോറിൻ്റെ പോലും ആവശ്യമില്ല. കുറച്ച് കരിയില ഉണ്ടല്ലോ, കരിഞ്ഞ ഇല, അതുപോലെ മണ്ണ്, ഇതൊക്കെ ഇട്ട ശേഷം നമുക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ, അത്രയും വളത്തിൻ്റെ ആവശ്യമുള്ളൂ, അല്ലാതെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ അങ്ങനെയൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണിത്. നിറയെ പൂക്കളുണ്ടാകും. അപ്പം ഇതിൽ ഞാൻ ആദ്യം പോട്ടി മിക്സ് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു വളം മാത്രം, കുറച്ച് ചാണകപ്പൊടിയൊക്കെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെടിച്ചട്ടികളൊക്കെ തന്നെയാണിത്. ഒരുപാട് വളം ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ നിറയെ പൂവുണ്ടായി നിൽക്കുന്ന ഒരു ചട്ടിയിൽ ഞാൻ 1, 2, 3 തൈകൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം വളം ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ അത് കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സീഡ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നില്ല ഇപ്പോൾ. ഇത് കുറച്ച് ഈസി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റെം കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്ന ഭാഗത്ത് മണ്ണിലേക്ക് ചേർന്ന് നിൽക്കുന്ന ലീവ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റിയ ശേഷം നട്ട് വെക്കുക. ഒരുപാട് പ്രസ് ചെയ്ത് നടേണ്ട ആവശ്യമില്ല. ചട്ടിയിൽ ഒരു 1/4 ഭാഗം മണ്ണെടുത്ത ശേഷം അതിൽ ഇത് ഇറക്കി വെച്ചിട്ട് കുറച്ച് മണ്ണ് ഇതിന് മുകളിലിട്ട് കൊടുത്താൽ മതി. സ്റ്റെമ്മൊന്നും എന്ത് ചെയ്യാം, അമർത്തി അത് നാശമാക്കരുത്. പിന്നെ അതിൽ വേര് വരത്തില്ല, ചെടി കിളിർക്കില്ല. അപ്പം അത് ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെം പ്രൊപ്പഗേഷൻ. ഈസിയാണത്, പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഈ കാണുന്നതൊക്കെ പഴയതാണ്, അതിൽ നിന്നാണ് കട്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും സ്റ്റെം കട്ട് ചെയ്ത് ഈ നാശമായി പോയതൊക്കെ ഒന്നും കൂടി പ്ലാന്റ് ചെയ്ത് എടുക്കണം. പിന്നെ ഞാൻ ഇതിൽ സ്റ്റെം മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ഈ മഴയൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ വിത്തൊക്കെ തനിയെ വീണ് തൈകൾ നിറയെ മുറ്റത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വിത്ത് എടുത്ത് വെച്ച് പാകി കിളിർപ്പിക്കേണ്ട ആവശ്യം ഒന്നും തന്നെയില്ല. ഇതിൻ്റെ ഇലകൾ കാണുമ്പോൾ തന്നെ തൈകൾ നമുക്ക് മനസ്സിലാകും. കളയാണെന്ന് വിചാരിച്ച് ഇത് ഒഴിവാക്കി കളയരുത്. നമുക്ക് കണ്ടാൽ തന്നെ ഇതിൻ്റെ ഒരു ലീഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എൻ്റെ തൈകളിൽ തന്നെ ഇതുപോലെയുള്ള വെരിഗേഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ വെയിൻസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് കളക്ട് ചെയ്ത് നട്ടാൽ മതി. അപ്പോൾ ഇത് കഴിവതും നമ്മൾ 1, 2 ചട്ടികളിൽ വെക്കാതെ ഒരുപാട് ചട്ടികളിൽ വെച്ച ശേഷം അടുത്തടുത്ത് വെക്കാനായിട്ട്, ഇടകലർത്തി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നല്ല ഭംഗിയായിട്ടുണ്ടാവുക ഗാർഡൻ കാണാനായിട്ട്. അപ്പോൾ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റുന്ന വളരെ ഭംഗിയുള്ളൊരു ചെടിയാണ് ടൊറേനിയം അഥവാ വിഷ്ബോൺ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കളക്ട് ചെയ്ത് നട്ടു നോക്കൂ. നല്ല ഭംഗിയായിട്ടുണ്ടാവും നിങ്ങളുടെ ഗാർഡൻ കാണാനായിട്ട്. അപ്പോൾ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ട് കഴിവതും നല്ലൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടൊക്കെ വരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുന്നത് കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോസിന് റീച്ച് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.